ആരാധകരുടെ പ്രതികരണത്തിലേക്ക് കൂടി പോയ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് മെസ്സിയും അർജന്റീനയും കളത്തിലിറങ്ങുമ്പോൾ ആവേശത്തിലാണ് ആരാധകരും. ഫുട്ബോൾ ലോകത്തെ വമ്പന്മാരെയെല്ലാം നിഷ്പ്രഭമാക്കിയ ചരിത്രവുമായി കേപ്പ് വെർദെ മത്സരത്തിന് ഇറങ്ങുന്നതെങ്കിൽ മെസ്സി അർജന്റീനയ്ക്കായി വിജയഗോൾ നേടി വിജയം ഉറപ്പാക്കുമെന്നാണ് മിഠായി തെരുവിലെ ആരാധകർ പറയുന്നത്. കോഴിക്കോട് നിന്ന് ആകാശ് തടത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അർജന്റീന കേപ്പ് വെർദെ മത്സരങ്ങൾക്ക് ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ആരാധകരെല്ലാം വലിയ ആവേശത്തിലാണ്. പ്രത്യേകിച്ച് അർജന്റീന ആരാധകർ. മെസ്സിയും സംഘവും ഉയർന്ന ഫോമിലാണ് ഇപ്പോൾ നിലവിൽ കളിക്കുന്നത്. അതിനാൽ തന്നെ കേപ്പ് വെർദെ എന്ന ടീമിനെ അട്ടിമറിക്കാമെന്നാണ് ഇപ്പോൾ അർജന്റീന ടീം തന്നെ കരുതുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് മിഠായി തെരുവിലാണ്. മിഠായി തെരുവിലെ അർജന്റീനൻ ആരാധകരാണ് നമ്മളോടുള്ളത്. ഇപ്പോൾ കേപ്പ് വെർദെ ആയിട്ടാണ് മത്സരം. ചെറിയ ടീമല്ല, സ്പെയിനിനെ ഉൾപ്പെടെ സമനിലയിൽ തളച്ചൊരു ടീമാണ്. അപ്പോൾ എന്താണ് തോന്നുന്നത്? നെത്തൂര് ചെറിയ മീനല്ല എന്നാണ് പറഞ്ഞ പോലെ, അതാണ് നിലവിലെ അവസ്ഥ. കാരണം കേപ്പ് വെർദെ പറഞ്ഞാൽ നിലവിൽ 3 സമനില നേടിയിട്ടാണ് റൗണ്ട് 32 എത്തിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും മികച്ച ഡിഫൻസാണ് കേപ്പ് വെർദെ. നിലവിൽ കണ്ടത് ആഫ്രിക്കൻ ടീമിൽ ഏറ്റവും മികച്ച ടീമാണ്. അപ്പോൾ നിലവിൽ എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ടീം മികച്ച ഫോമിലാണ്. അർജന്റീന എന്ന് പറഞ്ഞാൽ നിലവിൽ വേൾഡിൽ ഏറ്റവും മികച്ച പൊരുത്തുള്ള ടീമാണ്. നിലവിൽ ടീമുകൾ തമ്മിൽ ഐക്യമുണ്ട്. അത് നിലവിൽ അർജന്റീന പോലെ നിലവിൽ ഒരു ടീമും ഇല്ല. കേപ്പ് വെർദെ പോലത്തെ ഒരു ടീം, ഉറുഗ്വേ, സ്പെയിൻ, അതേപോലെ സൗദി അറേബ്യ ലോക്കൽ ടീമാണ്. ലോക്കൽ അല്ലെങ്കിലും ഒരു മോശമില്ലാത്ത ടീമാണ്. അപ്പൊ ഇത്രയും ടീമിനോട് കളിച്ചിട്ട് ഇവർക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കേപ്പ് വെർദെന്റെ കഴിവ്, ക്വാളിറ്റി തന്നെയാണ്. മെസ്സി തൂക്കും. കളിനെ കുറിച്ചൊന്നും പറയാനില്ല. നമുക്ക് നല്ല കോൺഫിഡൻസ് നമ്മുടെ ടീമിനെ. നമ്മളെന്തായാലും ജയിക്കും. മെസ്സിന്റെ ഒരു ഗോൾ ഉണ്ടാവും എന്തായാലും. തീർച്ചയായിട്ടും ഒരു ഗോൾ ഉണ്ടാവും. നമ്മൾ തന്നെ കപ്പ് തൂക്കും. We hope and believe vamos Argentina. അത് തന്നെയാണ് ആരാധകർ പറയുന്നത്. ഇത്തവണ കപ്പടിക്കാൻ മാത്രമേ അടുത്ത കളിയിൽ മെസ്സിയും ഗോൾ നേടുമെന്നാണ് ഇപ്പോൾ മിഠായി തെരുവിലെ ആരാധകർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് ക്യാമറാമാൻ അരുൺ പുതുപാടിക്കൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.